ദൈവമേ, ഈ അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഇതെല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ല കേട്ടോ, പുറമേ ജോലി ചെയ്യുന്ന എല്ലാവരും. കാരണം വീട്ടിലോട്ടെല്ലാം കൊടുത്തു, അവസാനം അവരുടെ അക്കൗണ്ടിലൊന്നും ഉണ്ടാവില്ല, വീട്ടിൽ കൊടുക്കുന്നതിൻ്റെ കണക്കും ഉണ്ടാവില്ല. ഈ അച്ഛൻ പറയുന്നതൊന്ന് കേട്ടു നോക്കിയേ നിങ്ങൾ. ഞാൻ 11 കൊല്ലം ദുബൈയിൽ നിന്ന് 8 കൊല്ലം മസ്കറ്റിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതല്ല എന്റെ ഭാര്യയുടെ പേരില. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി. വീടൊക്കെ വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാന്ന് ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ മൂത്ത് വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ പ്രതികരിച്ചു. അന്നേരം ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോ മക്കളൊക്കെ എന്ന് പറയുന്നൊരു ഇതുണ്ടോ, അത് ഇപ്പൊ എറണാകുളത്ത് ഒരു വലിയ ഓഫീസിൽ ജോലിയാ. അനന്തു ആർ ദേവ്. മോള് ഇന്ത്യ ഓഫീസർക്ക് ബാങ്കില്, മരുമോൻ ചാത്തന്നേരത്തിന്റെ ഓഫീസിൽ. പിന്നെ മോന് വേണ്ടി ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ ഭാര്യയുടെ കാലത്തെ അവനാ പള്ളിമുക്കി മോക്ക് മേടിച്ചു. ഞാനിങ്ങനെ ജീവിക്കുന്നു, പോട്ടെ, എല്ലാം ശരിയാവും. ഇനി ആവരുത്. അവരുടെ ജീവിതം വളർന്നു വരണം, അങ്ങനെ അവരെടുക്ക പോരുത്. നിങ്ങളെ പോലെയുള്ള മക്കളില്ലേ എനിക്ക്. അപ്പൊ ശരി, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നാളെ അവർക്ക് ഈ ഗതിയോടെ വരാതിരിക്കട്ടെ. ഞാൻ ശവിക്കത്തില്ല, പാടില്ല. ഉണ്ടോ അങ്ങനെ ചെയ്യണോ? ഒരിക്കലും ഇല്ല. പോട്ടെ.